ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് അംബ്രല്ല ചുരിദാറാണ് പഠിക്കാൻ പോകുന്നത്. യോക്ക് പീസ് വരെയുള്ള ഒരു പാർട്ടും അംബ്രല്ല ആയിട്ട് സ്കേർട്ട് പീസും ജോയിൻ ചെയ്തുള്ള അംബ്രല്ല ചുരിദാറാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ട അളവുകൾ: ഫുൾ ലെങ്ത്, വേസ്റ്റ് ലെങ്ത്, ഷോൾഡർ, നെക്ക് വിഡ്ത്ത്, നെക്ക് ഫ്രണ്ട് നെക്ക് ഇറക്കം, ബാക്ക് നെക്ക് ഇറക്കം, കൈക്കുഴി, സ്കേർട്ട് ലെങ്ത്, വേസ്റ്റ് റൗണ്ട്. ഇത്രയും അളവുകളാണ് നമുക്ക് വേണ്ടത്. സ്ലീവ് ലെങ്ത് ആവശ്യത്തിന് സ്ലീവ് ലൂസ് നമ്മളുടെ ഏത് ഭാഗത്താണോ സ്ലീവിൻ്റെ ലെങ്ത് വന്ന് നിൽക്കുന്നത് ആ ഭാഗത്തെ സ്ലീവ് ലൂസ്. ഇത്രയും അളവുകളാണ് നമുക്കിതിന് വേണ്ടത്. തുടങ്ങാം. ഓക്കെ, 3.25 മീറ്റർ തുണിയാണ്. ഈ തുണിയാണ് നമ്മളിപ്പോൾ വെട്ടാൻ പോകുന്നത്. ഇതിൽ വേസ്റ്റ് ലെങ്ത് എത്രയാണോ വേസ്റ്റ് ലെങ്ത് കണക്കാക്കി, വേസ്റ്റ് ലെങ്ത് നമുക്ക് വരുന്നത് 13 ഇഞ്ചാണ്. അപ്പം നമ്മൾ 14 ഇഞ്ച് കണക്കാക്കി 2 മടക്കിൽ തുണി മുറിച്ച് മാറ്റുക. തുണിയുടെ ഈ ലെങ്ത് ഡിസൈൻ അനുസരിച്ചാണ് നമ്മളിത് മുറിച്ചെടുത്തത്. അപ്പം ഇതിന് ലൈനാണ്. ആ ലൈൻ നീളത്തിൽ നേരെ വരുന്ന രീതിയിലാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ വണ്ണത്തിൻ്റെ 4/1 കണക്കാക്കി തുണി മടക്കിയിടുക. വണ്ണം 34 ഇഞ്ച് വണ്ണമാണ് വരുന്നത്. 10 ഇഞ്ച് ലൂസ് കൂട്ടി 44. അതിൻ്റെ 4/1 11 ഇഞ്ച് കണക്കാക്കി മടക്കിയിടുക. 11 ഇഞ്ച് കണക്കാക്കി മടക്കിയിട്ടതിന് ശേഷം ഈ ബാലൻസ് വരുന്ന പീസ് നമുക്ക് നെക്കിന് അടിച്ചു മറിക്കാൻ എടുക്കാം. അതുകൊണ്ടാണ് ഇതിങ്ങനെ വെട്ടിയെടുത്തിരിക്കുന്നത്. അല്ല, ചെറിയ സ്ലീവ് മതിയെന്നുള്ളവർക്ക് ഇത് സ്ലീവിനുണ്ടാകും. ഇത് അംബ്രല്ല ബാലൻസ് ഉള്ള തുണി നമുക്ക് സ്കേർട്ടിന് നല്ല ലെങ്ത് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ മടക്ക് വശത്ത് ചിലപ്പം കയറ്റുവിറക്കമൊക്കെ ഉണ്ടാകും. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ മടക്ക് വശത്ത് നിന്ന്, അതായത് ഫോൾഡ് ചെയ്ത വശത്ത് നിന്ന് താഴത്തേക്ക് നമ്മളുടെ ആവശ്യത്തിന് ലെങ്ത് എടുക്കുക. ഇതിപ്പോൾ 14 എടുത്തത്. കയറ്റുവിറക്കം ഉണ്ട് ഇവിടെ. 14 ഇട്ട് ഞാനിത് മാർക്ക് ചെയ്യുവാണ്. 14 ഇഞ്ച്. അപ്പോൾ ബാക്കി നമുക്ക് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിങ്ങനെ മുറിച്ചത്. ഇനി എന്ത് ചെയ്യണം? അടുത്ത അളവ് എന്താണ്? ഷോൾഡർ. ഷോൾഡറിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. ഷോൾഡർ എത്രയാണ്? 14. കഴുത്ത് ബാക്ക് ഇറക്കണം. ഫുൾ ഷോൾഡർ കറക്റ്റ് അളവാണോ കുറച്ച് അളവാണോ? 12. അപ്പോൾ 12 ഇഞ്ച് ഷോൾഡറിൻ്റെ പകുതി 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിൽ ബോട്ട് നെക്ക് വേണോ? ബോട്ട് നെക്ക് വേണമെങ്കിൽ നമ്മൾ എടുക്കുന്ന ഷോൾഡർ ഫുൾ ഷോൾഡർ എടുക്കണം, കുറയ്ക്കരുത്. അതായത് ബോട്ട് നെക്കിന് നമ്മൾ കഴുത്ത് ഒരുപാട് ഇറക്കത്തില്ല. 4 ഇഞ്ച് വരെ നമ്മൾ കഴുത്തിറക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫുൾ ഷോൾഡർ എടുക്കണം. ഫുൾ ഷോൾഡർ എത്രയാണ്? 14. 14ൻ്റെ പകുതി 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഈ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത വശത്തേക്ക് കഴുത്തകലം മാർക്ക് ചെയ്യുക. കഴുത്തകലം എത്രയാണ്? 2.5 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്തു. 2.5 ഇഞ്ച് കഴുത്തകലം മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വരുന്ന തോൾവീതി ഉണ്ടല്ലോ, അതായത് ആദ്യം നമ്മൾ ഷോൾഡർ എടുത്തു 14. അത് കഴിഞ്ഞ് നമ്മൾ 2.5 ഇഞ്ച് കഴുത്തകലം എടുത്തു. ആ കഴുത്തകലം കഴിഞ്ഞിട്ട് വരുന്ന തോൾവീതി മനസ്സിലായോ? ഇതിപ്പോൾ 4.5 വരുന്നുണ്ട്. അതിൻ്റെ പകുതി 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 2.25 ഈ 2.5 ചേരുന്നതാണ് ബോട്ട് നെക്കിൻ്റെ കഴുത്തകലം. മനസ്സിലായോ? നന്നായിട്ട് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ആദ്യം നമ്മൾ ഫുൾ ഷോൾഡർ എടുത്തു. ഷോൾഡറിൽ നിന്നും നമ്മൾ കുറയ്ക്കുന്നില്ല. 14 ഇഞ്ച് ഷോൾഡറും നമ്മൾ എടുത്തു. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്തു. 7 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് തന്നെ കഴുത്തകലം 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. കഴുത്തകലം മാർക്ക് ചെയ്തതിന് ശേഷമുള്ള ഷോൾഡറിൻ്റെ ബാക്കി അളവ് എത്രയാണെന്ന് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് 4.5 അപ്പോൾ അതിൻ്റെ പകുതി 2.25 മാർക്ക് ചെയ്തു. ഇതാണ് ഈ 2.25 ഈ 2.5 ചേരുന്നതാണ് നമ്മുടെ ബോട്ട് നെക്കിൻ്റെ കഴുത്തകലം. മനസ്സിലായോ? ഇനി കഴുത്തിറക്കം 3 മുതൽ 4 വരെ ബോട്ട് നെക്കിന് വരത്തുള്ളൂ. അതിൽ കൂടുതൽ വരത്തില്ല. 4 ഇഞ്ച് എടുത്ത് കണ്ടോ, യു അല്ല വി അല്ലാത്ത രീതിയിൽ ഷേപ്പ് ചെയ്യണം.
ഇനി കൈക്കുഴി ഇതിന് കൂടുതൽ എടുക്കണം. കൈക്കുഴി എത്രയാണ്? സാധാ എടുക്കുന്ന എത്രയാണ്? അല്ലടാ, ആം റൗണ്ട് കൈക്കുഴി ചെസ്റ്റ് അളവ് പറ. 34. അപ്പൊ 5.5. 5.5ക്ക് 6.5 ഇഞ്ച് നമ്മൾ കൈക്കുഴി ഇതിനെടുക്കണം. അതായത് നമ്മൾ കോളർ ചുരിദാറിന് വെട്ടുന്നത് അല്ലേ? 6.5 എടുത്തത് കോളർ ചുരിദാറിന്. കറക്റ്റ് അല്ലായിരുന്നു? എന്നിട്ട് നമ്മൾ ഇത് ഷേപ്പ് ചെയ്യും. ഇത്രയും മനസ്സിലായോ? ഇനി നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണ്? 30 ഉം 10 40. 40ന്റെ 4/1 10 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതിനെ ഇങ്ങോട്ടേക്ക് ചരിച്ച്. മനസ്സിലായോ എല്ലാവർക്കും? ആം റൗണ്ട് എത്രയാണ്? 16. 1/2 ഇഞ്ച് തോളടിക്കാൻ പോകും. ബാലൻസ് നമുക്ക് 8 കിട്ടണം. 8.25 കിട്ടണം. ബാലൻസ് ഷേപ്പ് ചെയ്യണം. ഈ കറക്റ്റിന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങോട്ട് നമുക്ക് വേണ്ട ഇറക്കം 27. 27ന് 1 ഇഞ്ച് കൂട്ടിയിട്ടേക്കുക. 28. ഈ 28 ഇഞ്ച് എടുത്ത് ആ 28 പിടിച്ച് അത് ജോയിന്റ് വരും. 28 ഇത്രയും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേസ്റ്റ് ലെങ്ത് നമ്മൾ 14 ഇഞ്ച് എടുത്തു. ഫുൾ ലെങ്ത് 41 അതിന്റെ ബാലൻസ് ഇറക്കം 27 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം. ഇവിടെ നമുക്ക് 27 ഇഞ്ച് വരുമ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിന്റെ 4/1 ഉണ്ടാവണം. വേസ്റ്റ് റൗണ്ട് എത്രയാണ്? 30. അതിൻ്റെ കൂടെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം. അത് 4 ഇഞ്ച് കൂട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ അംബ്രല ആയതുകൊണ്ടും ഇത് ക്രോസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് കൊണ്ടും ഈ തുണി വലിയുന്നത് കൊണ്ടാണ് 4 ഇഞ്ച് മാത്രം നമ്മൾ കൂട്ടുന്നത്. അല്ലാത്തതിന് നമ്മൾ എത്ര ഇഞ്ചാണ് കൂട്ടുന്നത്? 10 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു സൈഡ് മാത്രമേ തയ്യൽ വരത്തുള്ളൂ, ഈ 2 സൈഡ്. അപ്പം അത് ജോയിൻ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ആ വണ്ണത്തിൻ്റെ 4/1 30 എത്ര വേസ്റ്റ്? കറക്റ്റ് 30. 30ന്റെ കൂടെ 4 കൂട്ടി 34. അപ്പം 7 4 28 7.5 അല്ലേ? 30 അല്ലേ? 30 + 4 34. 8 32. 7.5 8.5 വരത്തില്ല. 8 32. അപ്പൊ 34 വരത്തില്ലേ? 34 30 വേസ്റ്റ് 34. അപ്പൊ 8.5 ഇഞ്ച് വണ്ണം ഇവിടെ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യും. ഈ 8.5 ഇഞ്ച് കിട്ടിയ ഈ ഭാഗത്ത് ഇവിടെ നിന്ന് എത്ര ഇഞ്ച് ലെങ്ത് താഴ്ത്തിയാണ് എന്ന് നോക്കുക. 11 ഇഞ്ച് താഴ്ത്തിയാണ്. ആ 11 ഇഞ്ച് തന്നെ ഈ അറ്റത്ത് നിന്നും നമ്മൾ താഴ്ത്തണം. മനസ്സിലായോ? ഈ വണ്ണം ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തില്ലേ? അപ്പൊ ഇവിടെ ഈ സ്പേസ് വിട്ട് എന്തായിരുന്നു? ഇങ്ങനെ ഷേപ്പ് ചെയ്യണം. ഈ കറക്റ്റിന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങോട്ട് നമുക്ക് വേണ്ട ഇറക്കം 27. 27ന് 1 ഇഞ്ച് കൂട്ടിയിട്ടേക്കുക. 28. ഈ 28 ഇഞ്ച് എടുത്ത് ആ 28 പിടിച്ച് അത് ജോയിന്റ് വരും. 28 ഇത്രയും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാണിച്ചു തരാം. അതിന്റെ ബാലൻസ് പീസ് ഉണ്ടായിരുന്നു. ന്യൂസ് പേപ്പർ ഇവിടെ എങ്ങാനും ഇരിപ്പുണ്ടോ പിള്ളേരെ? കട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 27 ഇഞ്ച് നമുക്ക് കിട്ടത്തില്ല. 5 ഇഞ്ച് കൂടെ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് താഴത്തേക്ക് ഒരു ന്യൂസ് പേപ്പറോ ലൈനിങ് പീസോ ഇട്ട് കൊടുക്കുക. ലൈനിങ് പീസോ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഇറക്കം നമ്മളിവിടെ മാർക്ക് ചെയ്യുക. 27 ഒന്ന് മാർക്ക് ചെയ്ത് അതേ ലെവലിൽ ഇങ്ങനെ പിടിച്ചു 28 മാർക്ക് ചെയ്യും.
കണ്ടോ? അപ്പം നമുക്ക് വേണ്ടത് ഇത്രയും ഒരു പീസാണ് നമുക്ക് എക്സ്ട്രാ വേണ്ടത്. കൊണ്ടോ പറഞ്ഞു കൊണ്ടോ ഇവിടെ ആയിരുന്നു ഞാൻ മാർക്ക് ചെയ്ത് ഇതല്ലേ? വ്യത്യാസമുണ്ടല്ലോ വളഞ്ഞു. കണ്ടോ? ഈ ഒരു പീസാണ് നമുക്കിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടത്. അപ്പം നിങ്ങൾ അധികം 4 മടക്കിൽ 4 പീസായിട്ട് കണ്ടോ ഇവിടെയും ഒന്ന് വരച്ചെടുക്കുക. അപ്പം ഇത്രയും ഒരു പീസ് മാത്രം നിങ്ങൾ ഈ പേപ്പർ വെച്ച് അങ്ങ് മുറിച്ച് വെച്ചാൽ മതി. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാലും അതിന് കയറ്റിറക്കം വരും, ഷേപ്പ് കിട്ടത്തില്ല. അതേസമയം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയേ, ഇങ്ങനെയാണ് ചുടി ബോട്ടത്തിന് മുകളിലെ പീസും വെട്ടിയെടുക്കുന്നത്. നമ്മൾ കത്രിക മുഴുവനും തുറന്നു പിടിക്കും, തുമ്പ് വരെ. വേസ്റ്റ് ലെങ്ത് നമ്മൾ 14 ഇഞ്ച് എടുത്തു, ഫുൾ ലെങ്ത് 41 അതിൻ്റെ ബാലൻസ് ഇറക്കം 27 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം. ഇവിടെ നമുക്ക് 27 ഇഞ്ച് വരുമ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഉണ്ടാവണം. വേസ്റ്റ് റൗണ്ട് എത്രയാണ്? 30. അതിൻ്റെ കൂടെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം. അത് 4 ഇഞ്ച് കൂട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ അംബ്രല ആയതുകൊണ്ടും ഇത് ക്രോസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് കൊണ്ടും ഈ തുണി വലിയുന്നത് കൊണ്ടാണ് 4 ഇഞ്ച് മാത്രം നമ്മൾ കൂട്ടുന്നത്. അല്ലാത്തതിന് നമ്മൾ എത്ര ഇഞ്ചാണ് കൂട്ടുന്നത്? 10 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു സൈഡ് മാത്രമേ തയ്യൽ വരത്തുള്ളൂ, ഈ 2 സൈഡ്. അപ്പോൾ അത് ജോയിൻ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ആ വണ്ണത്തിൻ്റെ 4/1 30 എത്ര വേസ്റ്റ്? കറക്റ്റ് 30. 30ൻ്റെ കൂടെ 4 കൂട്ടി 34. അപ്പം 7 4 28 7.5 അല്ലേ? 30 അല്ലേ? 30 + 4 34. 8 32. 7.5 8.5 വരത്തില്ല. 8 32. അപ്പൊ 34 വരത്തില്ലേ? 34 30അല്ലേടാ വേസ്റ്റ്? 34. അപ്പൊ 8.5 ഇഞ്ച് വണ്ണം ഇവിടെ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യും. ഈ 8.5 ഇഞ്ച് കിട്ടിയ ഈ ഭാഗത്ത് ഇവിടെ നിന്ന് എത്ര ഇഞ്ച് ലെങ്ത് താഴ്ത്തിയാണ് എന്ന് നോക്കുക. 11 ഇഞ്ച് താഴ്ത്തിയാണ്. ആ 11 ഇഞ്ച് തന്നെ ഈ അറ്റത്ത് നിന്നും നമ്മൾ താഴ്ത്തണം. മനസ്സിലായോ? ഈ വണ്ണം ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തില്ലേ? അപ്പൊ ഇവിടെ ഈ സ്പേസ് വിട്ട് എന്തായിരുന്നു? ഇങ്ങനെ ഷേപ്പ് ചെയ്യണം. ഈ കറക്റ്റിന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങോട്ട് നമുക്ക് വേണ്ട ഇറക്കം 27ന് 1 ഇഞ്ച് കൂട്ടിയിട്ടേക്കുക. 28. ഈ 28 ഇഞ്ച് എടുത്ത് ആ 28 പിടിച്ച് അത് ജോയിന്റ് വരും. 28 ഇത്രയും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാണിച്ചു തരാം. അതിന്റെ ബാലൻസ് പീസ് ഉണ്ടായിരുന്നു. ന്യൂസ് പേപ്പർ ഇവിടെ ഞാൻ ഇരിപ്പുണ്ടോ പിള്ളേരെ? കട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 27 ഇഞ്ച് നമുക്ക് കിട്ടത്തില്ല. 5 ഇഞ്ച് കൂടെ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് താഴത്തേക്ക് ഒരു ന്യൂസ് പേപ്പറോ ലൈനിങ് പീസോ ഇട്ട് കൊടുക്കുക. ലൈനിങ് പീസോ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഇറക്കം നമ്മളിവിടെ മാർക്ക് ചെയ്യുക. 27 ഒന്ന് മാർക്ക് ചെയ്ത്. അതേ ലെവലിൽ ഇങ്ങനെ പിടിച്ചു 28 മാർക്ക് ചെയ്യും. കണ്ടോ? അപ്പം നമുക്ക് വേണ്ടത് ഇത്രയും ഒരു പീസാണ് നമുക്ക് എക്സ്ട്രാ വേണ്ടത്. കൊണ്ടോ പറഞ്ഞു കൊണ്ടോ ഇവിടെ ആയിരുന്നു ഞാൻ മാർക്ക് ചെയ്ത് ഇതല്ലേ?
വ്യത്യാസമുണ്ടല്ലോ വളഞ്ഞു കണ്ടോ. ഈ ഒരു പീസാണ് നമുക്കിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടത്. അപ്പൊ നിങ്ങൾ അധികം 4 മടക്കില് 4 പീസായിട്ട് കണ്ടോ ഇവിടെയും ഒന്ന് വരച്ചെടുക്കുക. അപ്പം ഇത്രയും ഒരു പീസ് മാത്രം നിങ്ങൾ ഈ പേപ്പർ വെച്ച് അങ്ങ് മുറിച്ച് വെച്ചാൽ മതി. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാലും അതിന് കയറ്റിറക്കം വരും, ഷേപ്പ് കിട്ടത്തില്ല. അതേസമയം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയേ, ഇങ്ങനെയാണ് ചുടി ബോട്ടത്തിന് മുകളിലെ പീസും വെട്ടിയെടുക്കുന്നത്. നമ്മൾ കത്രിക മുഴുവനും തുറന്നു പിടിക്കും, തുമ്പ് വരെ കട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 27 ഇഞ്ച് നമുക്ക് കിട്ടത്തില്ല. 5 ഇഞ്ച് കൂടെ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് താഴത്തേക്ക് ഒരു ന്യൂസ് പേപ്പറോ ലൈനിങ് പീസോ ഇട്ട് കൊടുക്കുക. ലൈനിങ് പീസോ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഇറക്കം നമ്മളിവിടെ മാർക്ക് ചെയ്യുക. 27 ഒന്ന് മാർക്ക് ചെയ്ത് അതേ ലെവലിൽ ഇങ്ങനെ പിടിച്ചു 28 മാർക്ക് ചെയ്യും. കണ്ടോ. അപ്പം നമുക്ക് വേണ്ടത് ഇത്രയും ഒരു പീസാണ് നമുക്ക് എക്സ്ട്രാ വേണ്ടത്. കൊണ്ടോ പറഞ്ഞു കൊണ്ടോ. ഇവിടെ ആയിരുന്നു ഞാൻ മാർക്ക് ചെയ്ത്. ഇതല്ലേ വ്യത്യാസമുണ്ടല്ലോ വളഞ്ഞു കണ്ടോ. ഈ ഒരു പീസാണ് നമുക്കിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടത്. അപ്പൊ നിങ്ങൾ അധികം 4 മടക്കില് 4 പീസായിട്ട് കണ്ടോ ഇവിടെയും ഒന്ന് വരച്ചെടുക്കുക. അപ്പം ഇത്രയും ഒരു പീസ് മാത്രം നിങ്ങൾ ഈ പേപ്പർ വെച്ച് അങ്ങ് മുറിച്ച് വെച്ചാൽ മതി. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാലും അതിന് കയറ്റിറക്കം വരും, ഷേപ്പ് കിട്ടത്തില്ല. അതേസമയം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയേ. വേസ്റ്റ് ലെങ്ത് നമ്മൾ 14 ഇഞ്ച് എടുത്തു, ഫുൾ ലെങ്ത് 41 അതിൻ്റെ ബാലൻസ് ഇറക്കം 27 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടണം. ഇവിടെ നമുക്ക് 27 ഇഞ്ച് വരുമ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഉണ്ടാവണം. വേസ്റ്റ് റൗണ്ട് എത്രയാണ്? 30. അതിൻ്റെ കൂടെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടണം. അത് 4 ഇഞ്ച് കൂട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ അംബ്രല ആയതുകൊണ്ടും ഇത് ക്രോസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് കൊണ്ടും ഈ തുണി വലിയുന്നത് കൊണ്ടാണ് 4 ഇഞ്ച് മാത്രം നമ്മൾ കൂട്ടുന്നത്. അല്ലാത്തതിന് നമ്മൾ എത്ര ഇഞ്ചാണ് കൂട്ടുന്നത്? 10 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു സൈഡ് മാത്രമേ തയ്യൽ വരത്തുള്ളൂ, ഈ 2 സൈഡ്. അപ്പോൾ അത് ജോയിൻ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ആ വണ്ണത്തിൻ്റെ 4/1 30 എത്ര വേസ്റ്റ് കറക്റ്റ് 30. 30ൻ്റെ കൂടെ 4 കൂട്ടി 34. അപ്പം 7 4 28 7.5 അല്ലേ? 30 അല്ലേ? 30 + 4 34. 8 32. 7.5 8.5 വരത്തില്ല. 8 32. അപ്പൊ 34 വരത്തില്ലേ? 34 30 വേസ്റ്റ് 34. അപ്പൊ 8.5 ഇഞ്ച് വണ്ണം ഇവിടെ വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യും. ഈ 8.5 ഇഞ്ച് കിട്ടിയ ഈ ഭാഗത്ത് ഇവിടെ നിന്ന് എത്ര ഇഞ്ച് ലെങ്ത് താഴ്ത്തിയാണ് എന്ന് നോക്കുക. 11 ഇഞ്ച് താഴ്ത്തിയാണ്. ആ 11 ഇഞ്ച് തന്നെ ഈ അറ്റത്ത് നിന്നും നമ്മൾ താഴ്ത്തണം. മനസ്സിലായോ? ഈ വണ്ണം ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തില്ലേ? ഇവിടെ ഈ സ്പേസ് വിട്ട് എന്തായിരുന്നു? ഇങ്ങനെ ഷേപ്പ് ചെയ്യണം. ഈ കറക്റ്റിന് ഷേപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങോട്ട് നമുക്ക് വേണ്ട ഇറക്കം 27. 27-ന് 1 ഇഞ്ച് കൂട്ടിയിട്ടേക്കുക. 28. ഈ 28 ഇഞ്ച് എടുത്ത് ആ 28 പിടിച്ച് അത് ജോയിന്റ് വരും.
28 ഇത്രയും കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാണിച്ചു തരാം. അതിന്റെ ബാലൻസ് പീസ് ഉണ്ടായിരുന്നു. ന്യൂസ് പേപ്പർ ഇവിടെ എങ്ങാനും ഇരിപ്പുണ്ടോ പിള്ളേരെ? കട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 27 ഇഞ്ച് നമുക്ക് കിട്ടത്തില്ല. 5 ഇഞ്ച് കൂടെ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് താഴത്തേക്ക് ഒരു ന്യൂസ് പേപ്പറോ ലൈനിങ് പീസോ ഇട്ട് കൊടുക്കുക. ലൈനിങ് പീസോ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഇറക്കം നമ്മളിവിടെ മാർക്ക് ചെയ്യുക. 27 ഒന്ന് മാർക്ക് ചെയ്ത്. അതേ ലെവലിൽ ഇങ്ങനെ പിടിച്ചു 28 മാർക്ക് ചെയ്യും. കണ്ടോ? അപ്പം നമുക്ക് വേണ്ടത് ഇത്രയും ഒരു പീസാണ് നമുക്ക് എക്സ്ട്രാ വേണ്ടത്. കൊണ്ടോ പറഞ്ഞു കൊണ്ടോ ഇവിടെ ആയിരുന്നു ഞാൻ മാർക്ക് ചെയ്ത്. ഇതല്ലേ വ്യത്യാസമുണ്ടല്ലോ വളഞ്ഞു. കണ്ടോ? ഈ ഒരു പീസാണ് നമുക്കിവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടത്. അപ്പം നിങ്ങൾ അധികം 4 മടക്കിൽ 4 പീസായിട്ട് കണ്ടോ ഇവിടെയും ഒന്ന് വരച്ചെടുക്കുക. അപ്പം ഇത്രയും ഒരു പീസ് മാത്രം നിങ്ങൾ ഈ പേപ്പർ വെച്ച് അങ്ങ് മുറിച്ച് വെച്ചാൽ മതി. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ എങ്ങനെ എടുത്തെന്ന് പറഞ്ഞാലും അതിന് കയറ്റിറക്കം വരും, ഷേപ്പ് കിട്ടത്തില്ല. അതേസമയം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കി. ഇങ്ങനെയാണ് ചുടിബോട്ടത്തിന് മുകളിലെ പീസും വെട്ടിയെടുക്കുന്നത്. നമ്മൾ കത്രിക മുഴുവനും തുറന്നു പിടിക്കും, തുമ്പ് വരെ.